നമസ്കാരം. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ തട്ടിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ്. ഇരുവർക്കുമിടയിലെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ഇറാനുമേലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനം എടുത്തതോടുകൂടിയാണ്. ഈ അടുത്തായി ട്രംപ് എടുത്ത നിലപാട് നെതന്യാഹുവിനെ പ്രകോപിച്ചിരുന്നു. അതായത് താൻ ഇല്ലായിരുന്നു എങ്കിൽ ഇസ്രയേൽ ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ അഭിപ്രായം. ഇസ്രയേലിനെ ഇന്ത്യയിൽ നിന്നും വൻതോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അമേരിക്ക മാത്രമല്ല തങ്ങളുടെ കരുത്തരായ സഖ്യകക്ഷി എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇത് ട്രംപിന് നൽകിയ നല്ല ഒന്നാം തരം തിരിച്ചടിയുള്ള ഉത്തരം കൂടിയാണ്. അതായത് അമേരിക്ക മാത്രമാണ് ഇസ്രയേലിന്റെ ഏക ശക്തി എന്ന സഖ്യകക്ഷി എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തിന് കൊടുത്ത കൃത്യമായ മറുപടി കൂടിയാണിത്. അതായത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു വലിയ സുഹൃത്ത് തങ്ങൾക്കുണ്ട് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഇന്ത്യക്കാരിൽ നിന്നും തനിക്ക് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായി വിശേഷിപ്പിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ മോദി ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ സന്ദർശനം. ലോകത്ത് ഇസ്രായേലിനോട് അനുഭാവം കാണിക്കുന്ന ഏക ഭരണത്തലവൻ ഡൊണാൾഡ് ട്രംപ് ആണെന്നും അമേരിക്ക നൽകുന്ന ആയുധങ്ങളും നികുതി പണവുമാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതെന്നുമായിരുന്നു JD വാൻസ് വ്യക്തമാക്കിയത്. എന്നാൽ വാൻസിനോട് ബഹുമാനമുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളോടും യോജിക്കാൻ സാധിക്കില്ല എന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ സൈനിക മികവും AI സൈബർ വൈദഗ്ധ്യവും പഠിക്കാൻ മറ്റ് രാജ്യങ്ങളെ തങ്ങളെ സമീപിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അമേരിക്കൻ ഭരണകൂടവും ഇസ്രയേലും തമ്മിൽ അടുത്ത കാലത്തായി ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നെതന്യാഹുവിന്റെ പരാമർശങ്ങളാണ്, അതായത് അവർ തമ്മിൽ ഭിന്നിപ്പുണ്ട് എന്നുള്ള നെതന്യാഹുവിന്റെ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്കിടയിലും ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കങ്ങൾ ഇസ്രയേൽ തുടരുന്നത് ട്രംപിനെ ചൊടിപ്പിക്കുകയാണ്. ട്രംപ് നെതന്യാഹുവിനെതിരെ മുൻപ് മോശം പരാമർശങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് നെതന്യാഹു മറുപടി നൽകിയിരിക്കുന്നത്.